Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay. Okay, ready ആണോ എല്ലാവരും? അതെ മിസ്. Okay. Okay, ma'am. Okay. So, which department we have discussed in the last class? Outpatient department. Outpatient department. മാത്രം പറഞ്ഞുള്ള Casualty. Casualty, emergency. Casualty department. ആ അത് രണ്ടുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് classified into various departments according to the services provided. കൊടുക്കുന്ന സേവനങ്ങൾക്ക് അടിസ്ഥാനമാക്കി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. That the first one is inpatient department, second one is outpatient department. And also this outpatient department provided many types of services. അവിടെ കൊടുക്കുന്ന പ്രധാനപ്പെട്ട സർവീസുകളാണ് നമ്മൾ എക്സ്പ്ലെയിൻഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അത് ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ആൻഡ് അതിന്റെ എക്സ്പ്ലനേഷനിൽ വരുന്ന ഒന്നാമത്തത് മാത്രം നമ്മൾ പറഞ്ഞുള്ളൂ, കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. What is the other name for this casualty department? ഹൈന പറയാമോ? What is the other name for this casualty department? Emergency. Yes, ma'am. Emergency department. പിന്നെ Accident department. Accident department. Accident department. പിന്നെ Accident department. A&E department. A and E department. Okay, yes, these are the three other names of casualty department. അപ്പൊ നമ്മളത് പറഞ്ഞു. And this department works around the clock. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. And it should be well equipped with all kinds of emergencies. എല്ലാ തരത്തിലുള്ള എമർജൻസീസും കൊണ്ട് equipped ആയിരിക്കണം നമ്മളുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. എല്ലാ എക്യുപ്മെന്റ്സ് അവിടെ അവൈലബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ രണ്ട് പേഷ്യൻസ് ആർ ബ്രോട്ട് ഇൻ ടു ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ആ സമയത്തല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കണ്ടേ. അപ്പൊ എല്ലാ എക്യുപ്മെന്റ്സും ഹൗ ടു ഹാൻഡിൽ ദ പേഷ്യൻസ് ഹു ആർ കമ്മിങ് ടു കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഇവിടേക്ക് വരുന്ന പേഷ്യൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവർക്ക് എമർജൻസിയിൽ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, അതനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഫസ്റ്റ് ദേ ഹാവ് ടു ബി ഗിവൺ എന്താ പറയാ എമർജൻസി ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അക്കോർഡിംഗ് ടു ദ സീരിയസ്നെസ് ഓർ അക്കോർഡിംഗ് ടു ദ ഡിഗ്രി ഓഫ് ദെയർ ഇഞ്ചുറി. ഏകദേശം എത്ര രീതിയിലുള്ള ഇഞ്ചുറി ആണ്, ഡിസീസ് ആണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ദർ, അവിടെ കൊടുക്കണം. ആഫ്റ്റർ ദാറ്റ് ദ പേഷ്യന്റ് വിൽ ബി സെൻഡ് ടു ഓർ ഷിഫ്റ്റഡ് ടു ദ റെസ്പെക്റ്റീവ് ഓർ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ഫർദർ ട്രീറ്റ്മെന്റ്. അതിനുശേഷമാണ് ഇവരെ എന്ത് ചെയ്യുന്നത്, ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി അതാത് ഏത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കാണോ മാറ്റേണ്ടത്, അത് ഏതുമായി ബന്ധപ്പെട്ട ഒരു അസുഖമാണെന്ന് ഡയഗ്നോസിസ് ചെയ്തതിനു ശേഷം അവരെ ഷിഫ്റ്റ് ചെയ്യുക അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഇതായിരുന്നു കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നടക്കുന്ന ഓപ്പറേഷൻ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പരിചയപ്പെടാം. ഏതാണ് ഡിപ്പാർട്ട്മെന്റിന്റെ പേര്? കാർഡിയോളജി. ഓക്കെ, കാർഡിയോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഹ്യൂമൻ ഹാർട്ട് ആൻഡ് ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് അല്ലെ. ഹ്യൂമൻ ഹാർട്ട്, ബ്ലഡ് വെസൽസ്, അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ, ഇങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദിസ് മെഡിക്കൽ സ്പെഷ്യാലിറ്റി പ്രൊവൈഡ്സ് ട്രീറ്റ്മെന്റ് ഓർ ഡയഗ്നോസിസ് ആൻഡ് ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ഹാർട്ട് ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ്. അതായത്
കിടന്ന് ചികിത്സിക്കേണ്ടവർക്കും ആയാലും അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഒപിയിൽ വരുന്ന പേഷ്യൻസിനായാലും ബോത്ത് ഈ രണ്ട് മേഖലയിലും ഉള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നതാണ് എന്താ പറയാ നമ്മുടെ കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അല്ലെങ്കിൽ എന്താ പറയാ നമ്മളിപ്പോ ഒപിയിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒരു ചെറിയ ഹാർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നെഞ്ചുവേദന അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് അത്ര സീരിയസ് അല്ല എങ്കിൽ ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവർക്ക് മെഡിസിൻസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് സജസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് വിടും. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സീരിയസ് ഉണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ പേഷ്യൻസിന് എന്ത് ചെയ്യുന്നുള്ളൂ, അഡ്മിറ്റ് ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് ആർ അവൈലബിൾ അണ്ടർ കാർഡിയോളജി എന്ന് പറയുന്നതിന്റെ കാരണം. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ്, ഈ ഹാർട്ട് ഡിസീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ഏരിയ കവർ ചെയ്യുന്ന ഒരു രോഗമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറോണറി ആർട്ടറി ഡിസീസ്. അതാണത്. ഒരു വൈഡ് റേഞ്ച് ഓഫ് ഹ്യൂമൻ ഹാർട്ടിന്റെ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഭാഗമാണ് കൊറോണറി ആർട്ടറി ഡിസീസ്. അതിനൊരു എക്സാമ്പിൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്, ആൻജൈന പോലെയുള്ള അസുഖങ്ങൾ ഈ കൊറോണറി ആർട്ടറി ഡിസീസസിന്റെ ഭാഗമാണ്. അതിന് നമുക്ക് ഷോർട്ട് ആയിട്ട് CAD എന്ന് പറയാം, കൊറോണറി ആർട്ടറി ഡിസീസ്, CAD. ആൻഡ് വൺ എക്സാമ്പിൾ ഫോർ CAD ആണ്, CID അല്ല. CADക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് എടുത്തു പറയണം, ആൻജൈനയാണ്. എക്സാമ്പിൾസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കും, CADക്ക് ഒരു എക്സാമ്പിൾ ഫോളോയിങ്ങിൽ ഏതൊക്കെയാണ്. അപ്പൊ വേറെ വേറെ കുറെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് തരും. അപ്പൊ ആൻജൈനയാണെന്ന് ഓർക്കണം. ആൻജൈന എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിവിയർ പെയിൻ ഇൻ അവർ ചെസ്റ്റ്. എന്താണ് ഈ ആൻജൈന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വേദനയാണ്. വിച്ച് സ്പ്രെഡ്സ് ടു അവർ നെക്സ് ആൻഡ് ഷോൾഡേഴ്സ് ആൻഡ് ഓൾസോ ടു ദ ആംസ്. ആ നെഞ്ചുവേദന പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നത്, അതിങ്ങനെ സ്പ്രെഡ് ചെയ്യും എങ്ങോട്ടേക്ക്, നമ്മുടെ ഈ കഴുത്തിലേക്കും പിന്നെ ഷോൾഡറിലേക്കും പിന്നെ പതുക്കെ അത് ആംസിലേക്കും നമ്മുടെ കൈകളിലേക്കും അങ്ങനെ സ്പ്രെഡ് ചെയ്യും. അങ്ങനെ വരുമ്പോ ഓർക്കുക, ഇറ്റ് മേ ബി എ സിംറ്റം ഓഫ് ആൻജൈന. ആൻജൈന എന്ന് പറയുന്ന രോഗത്തിന്റെ ഒരു ലക്ഷണം ആണ് എന്ന് മനസ്സിലാക്കുക. CAD അതായത് കൊറോണറി ആർട്ടറി ഡിസീസസിനകത്ത് വരുന്ന ആൻജൈന പോലെയുള്ള രോഗമാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എല്ലാ നെഞ്ചുവേദനയും ഹാംഫുൾ അല്ല, എന്നാൽ എല്ലാ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ അത് ഹാംലെസ്സും അല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടോ, മിയർ ജസ്റ്റ് പെയിൻ ആണെങ്കിലും ഓക്കെ, കുഴപ്പമില്ല. ചിലപ്പോൾ മേ ബി ഗ്യാസ് പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ വരും. അപ്പോഴാണ് നമ്മൾ ചില ആൾക്കാർ അറിയില്ല എന്താ പറയാ നെഞ്ചുവേദന എടുക്കണം, പക്ഷെ അങ്ങനെ വിചാരിച്ചു എന്താണ് ഗ്യാസിന്റെ പ്രോബ്ലംസ് ആണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഇഫ് യുവർ ചെസ്റ്റ് പെയിൻ ഈസ് സ്പ്രെഡിങ് ടു ദ ആംസ് ഓർ ഷോൾഡേഴ്സ് ഓർ നെക്സ്, യു ജസ്റ്റ് ഹാവ് ടു കൺസൾട്ട് വിത്ത് ദ ഡോക്ടർ. അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗട്ട് വെച്ചിട്ട് മുന്നോട്ട് പോകണ്ട. വെറുതെ എന്താ പറയാ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് ഡോക്ടേഴ്സിനായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്, കാർഡിയോളജി എന്ന് പറയുന്നത്. ആൻഡ് ആൻജൈനയാണ് അതിനൊരു CADക്ക് ഒരു എക്സാമ്പിൾ. മറക്കരുത് ആ സാധനം. ഇനി ആൻഡ് ഓൾസോ ഫോർ ദിസ് ആൻജൈന പോലെയുള്ള ഈ കൊറോണറി ആർട്ടറി ഡിസീസസിനെയൊക്കെ എന്താ പറയാ ക്യാൻ ബി റിലീവ്ഡ് by making a surgery which is known as coronary artery bypass grafting, CABG എന്ന് പറയുന്ന കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. അതൊരു ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് സർജറിയാണ്. ഇതിലൂടെ ദിസ് ആൻജൈന പോലെയുള്ള എന്താ പറയാ ഡിസീസസിനെ നമുക്ക് ഒരു പരിധി വരെ ക്യൂർ ചെയ്യാൻ പറ്റും. ഹൗ ദിസ് ഒക്കേഴ്സ്, എങ്ങനെയാണ് ഇത് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഈ എന്താ പറയാ ഈ കൊറോണറി ആർട്ടറി ഡിസീസസ് അല്ലെങ്കിൽ ആൻജൈന വരാൻ സാധ്യത എന്തുകൊണ്ട്, വാട്ട് ഈസ് ദ കോസ്, എന്താണ് അതിന്റെ ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ദ ബിൽഡപ്പ് ഓഫ് പ്ലാക്സ് ഓൺ ദ ആർട്ടറീസ് ഓഫ് അവർ ഹാർട്ട്. നമ്മുടെ ഹാർട്ടിന്റെ ഈ ഭിത്തിയിൽ ധമനികളുടെ ഭിത്തി, ഹാർട്ടിലേക്ക് ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യേണ്ട ആ ഒരു ധമനിയുണ്ട്, ഒരു പൈപ്പ് പോലത്തെ ഒരു എന്താ പറയാ സാധനം. അപ്പൊ അതിന്റെ ആ ഭിത്തിയിൽ ആ വാൾസിലൊക്കെ പ്ലാക്സ് പോലെയുള്ള സാധനങ്ങൾ വന്ന് ബിൽഡപ്പ് ചെയ്യും. പ്ലാക്ക് ഈ അത് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ വന്ന് അടിഞ്ഞുകൂടി കട്ട പിടിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതിങ്ങനെ എന്താ പറയാ കട്ട പിടിച്ചു കഴിഞ്ഞാൽ അത് തന്നെത്താനെ ഒന്നും ഈ ബ്ലഡിന്റെ ഫോഴ്സ് കൊണ്ടൊന്നും പോകുന്നില്ല, അതങ്ങനെ പിടിച്ചിരിക്കും. ഈ പ്ലാക്സ് എന്ന് പറയുന്നത് 2 types ഉണ്ട്. കൊളസ്ട്രോൾ പ്ലാക്സും ഉണ്ട്, ഡെന്റൽ പ്ലാക്സ് ഉണ്ട്. ഈ ഡെന്റൽ പ്ലാക്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്ത് മറ്റേത് പറയാൻ പറ്റും. ഈ പല്ലിന്റെ ഇടയിലൊക്കെ കുട്ടികളൊക്കെ നന്നായിട്ടൊക്കെ ബ്രഷ് ചെയ്യാതെയൊക്കെ ഇരിക്കുമ്പേ അപ്പൊ എന്ത് പറ്റൂ എന്നറിയാമോ, ഈ ഒരു യെല്ലോയിഷ് കളറിലുള്ള ഒരു സാധനം വന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടി നന്നായിട്ട് ബ്രഷ് ചെയ്തില്ല. ഒരു ബ്രഷ് ചെയ്യുന്നതിനും ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, ഒരു മെത്തഡ് ഉണ്ട്. ആ മെത്തഡ് ഫോളോ ചെയ്യാതെ നമ്മൾ ഇങ്ങനെ മാത്രം അരച്ചു കഴിഞ്ഞാൽ അത് റിമൂവ് ആയി പോകില്ല. അപ്പൊ അതങ്ങനെ അടിഞ്ഞിരിക്കും. ഓരോ ദിവസം ചെല്ലുന്തോറും ദിസ് ഫോം
ഈ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് അതിന് ഏറ്റവും വലിയ ഇതാകുക. ദ സെയിം വേ അതുപോലെ തന്നെ വാട്ട് എവർ വി ആർ ഈറ്റിംഗ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഫാറ്റ്, കൊളസ്ട്രോൾസ് അങ്ങനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രോട്ടീനുകളൊക്കെ ഇഫ് ഇറ്റ് ഈസ് എന്താ പറയാ എക്സസ്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ എക്സസ് ആയിട്ട് ഭയങ്കര കൂടുതലായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇത്തരം ഫാറ്റ്സും കൊളസ്ട്രോൾസും ഒക്കെ വന്ന് ഈ ആർട്ടറീസിൽ ഇങ്ങനെ അടിഞ്ഞുകൂടും ഇൻ ദ ഫോം ഓഫ് പ്ലാക്സ്. പ്ലാക്കിന്റെ ഉള്ളിൽ വന്ന് അടിഞ്ഞുകൂടും. സോ ഇറ്റ് ബ്ലോക്സ് ദ എന്താ പറയാ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. അത് എന്ത് ചെയ്യും, ഇങ്ങനെ വന്ന് അടിഞ്ഞു കൂടുമ്പോൾ നമ്മുടെ ബ്ലഡ് പാസ് ചെയ്യുന്ന ആ ഭിത്തിയിൽ വന്നിട്ടാണ് അടിഞ്ഞു കൂടുന്നത്. അപ്പൊ നമ്മുടെ ബ്ലഡിനെ പാസ് ചെയ്യാനുള്ള സ്പേസ് കുറഞ്ഞു വരും. ഇങ്ങനെ കുറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിങ്ങനെ പോകുമ്പോൾ അത് ഭയങ്കര കഷ്ടപ്പെട്ട ബ്ലഡ് ഹാർട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ we feel pain in our chest. അതാണ് നമുക്ക് ഈ ചെസ്റ്റിൽ ഇങ്ങനെ പെയിൻ വരാനുള്ള സാധനം. So by this coronary artery bypass grafting we can remove, the doctors can remove. അപ്പൊ നമ്മൾ നേരത്തെ അത് കണ്ടെത്തണം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇത് അടിഞ്ഞടിഞ്ഞ് കൂടി ഇഫ് യു ആർ നോട്ട് കെയറിങ് ഇറ്റ്, നമ്മൾ അത് ശ്രദ്ധിക്കാതെ ഇരുന്ന് പോയാൽ എന്ത് പറ്റുമെന്ന് അറിയോ, അടിഞ്ഞടിഞ്ഞ് അവസാനം ഒട്ടും തന്നെ ബ്ലഡ് അതിനകത്തേക്ക് ഒരു കരിമ്പ് പോലും കയറി പോകാൻ പറ്റാതെ അടഞ്ഞു പോകും. അത് കോസ് എന്താണ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ അല്ലെ, അത് ഹാർട്ട് അറ്റാക്കിന് കാരണമാകും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അത് വരിക. അപ്പൊ അത് നമ്മൾ നേരത്തെ കണ്ടെത്തിയാൽ, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ എന്താ പറയാ ഹാബിറ്റ്സും അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒരുപാട് നമ്മളുടെ ഇത്തരം ഡിസീസസ് ഒക്കെ വരുന്നതിന് കാരണമാകുന്നുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമുക്ക് ഓൾവേസ് വി ആർ ബിസി, യു ഡോണ്ട് ഹാവ് എനി ടൈം ടു മേക്ക് എനി 1 hour വാക്കിംഗ് പോലും നമുക്ക് സമയം കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. ബിസി ലൈഫാണ് നമുക്ക്, എല്ലാവരും ഭയങ്കരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എൻഗേജ്ഡ് ആണ്. സോ വി ഡോണ്ട് ഹാവ് എനി ടൈം. നമ്മൾ പിന്നെ ആണെങ്കിലോ രാവിലെ കഴിക്കുന്ന ഫുഡ് ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട്, അതുപോലും കഴിക്കാതെ ചിലപ്പോൾ ഓഫീസിലൊക്കെ പോകാനുള്ള തിരക്കുള്ള അത് സ്കിപ്പ് ചെയ്തിട്ട് ഓടിക്കളയും. അപ്പൊ അങ്ങനെ എന്നിട്ട് ഉച്ചയ്ക്ക് കഴിക്കും. അതൊക്കെ നമുക്ക് ഭയങ്കര എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും പിന്നീട്. ഇപ്പൊ നമുക്കൊന്നും അറിയില്ല, നമ്മളിപ്പോ ആ ഒരു എനർജി കൊണ്ട് അങ്ങോട്ട് ഓടിച്ചാടി നടക്കും. പക്ഷെ ഒരു സമയം വരെ ഓൾ ദീസ് തിങ്സ് വിൽ റെസിസ്റ്റ്, നമ്മുടെ ബോഡി അതിനെയൊക്കെ പ്രതികരിച്ചും എന്താ പറയാ അങ്ങനെ റെസിസ്റ്റ് ചെയ്തൊക്കെ നിൽക്കും. പക്ഷെ ആഫ്റ്റർ എ ലിമിറ്റ്, ഒരു ലിമിറ്റ് വരെ ഇതെല്ലാം ഉള്ളൂ. എന്ത് കാര്യം അത് ഒരു ലിമിറ്റ് ഉള്ളൂ. ഇഫ് ഇറ്റ് ഈസ് ബിയോണ്ട് ദ ലിമിറ്റ്, ആ ലിമിറ്റ് കടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തും പ്രോബ്ലമായി മാറും. അപ്പൊ ഇതുപോലെ ഇതിങ്ങനെ വന്ന് പ്ലാക്സ് അടിഞ്ഞുകൂടി ഇറ്റ് വിൽ ബ്ലോക്ക് ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ് കോസസ് സിവിയർ പെയിൻ ഇൻ യുവർ ചെസ്റ്റ് വിച്ച് ഇസ് നോട്ട് ആസ് ആൻജൈന. അപ്പൊ ആൻജൈന പോലെയുള്ള ഈ രോഗം വരാൻ സാധ്യത ഉണ്ടാകുന്നു. അപ്പൊ ഇഫ് യു ആർ ഡിസ്കവറിംഗ് ഇറ്റ് ഏർലി ആസ് പോസിബിൾ, നമ്മൾ നേരത്തെ തന്നെ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ CABG coronary artery bypass ഗ്രാഫ്റ്റിംഗിലൂടെ എന്ത് ചെയ്യാം, ഡോക്ടേഴ്സ് ക്യാൻ റിമൂവ് ദീസ് പ്ലാക്സ്. ഈ ഭിത്തിയിലുള്ള പ്ലാക്സിനെയൊക്കെ എന്ത് ചെയ്ത് ചുരണ്ടിയൊക്കെ അവരുടെ പ്രൊസീജിയേഴ്സ് ആണ്. ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗിലൂടെ ആ ഒരു പ്രൊസീജിയറിലൂടെ ഇത് അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇറ്റ് വിൽ ബി ദ പാത്വേ വിൽ ബി ക്ലിയർ, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാനുള്ള വഴി ക്ലിയർ ആക്കി കൊടുക്കുകയും ആൻഡ് വി ക്യാൻ ഇൻക്രീസ് അവർ ലൈഫ് എക്സ്പെക്ടൻസി. അതോടൊപ്പം നമുക്ക് നമ്മുടെ ആയുർദൈർഘ്യം ഒരുപടി കുറച്ചുകൂടി നാളത്തേക്ക് നീട്ടി കിട്ടും. അത്ര തന്നെ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് എല്ലാം പ്രശ്നമായി തീരുക. പരമാവധി വൺസ് ഇൻ എ ഇയർ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യേണ്ടത് ഇന്നത്തെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും ഒക്കെ നമുക്ക് വളരെ എന്താ പറയാ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് എല്ലാവരും പറയാം. പക്ഷെ ഹൂ കെയർസ് അല്ലെ, നമ്മൾ ആരും കെയർ ചെയ്യില്ല. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ നമ്മൾ പ്രോവർബുകളൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും. പക്ഷെ നമ്മൾ ആരും അതിന് ചെയ്യാറില്ല അല്ലെ. നമ്മൾ രോഗം വന്നിട്ട് ശുശ്രൂഷിക്കുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ്. അപ്പൊ ഇത് വരട്ടെ, അങ്ങനെ പ്രശ്നമില്ല. ഇടയ്ക്ക് വരുന്ന ചെറിയ നെഞ്ചുവേദന അത് സാധാ വല്ലതും ആയിരിക്കും, നീര് വരുന്നതായിരിക്കും. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡോക്ടേഴ്സ് ആവും. പല രീതിയിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. പലതിനും എന്താ പറയാ, സ്ത്രീകളൊക്കെ കൂടുതലും എന്ത് ചെയ്യുന്നില്ല, പല സുഖങ്ങളൊക്കെ കണ്ടാലും കണ്ടില്ല എന്നടിക്കും. അതൊക്കെ വേണ്ട, കുഴപ്പമില്ല, അതൊക്കെ മാറിക്കോളും എന്ന് സ്വന്തമായിട്ട് നമ്മൾ ശുശ്രൂഷിക്കും. അതും ഇതൊക്കെ മാറ്റി വലിച്ച് വരട്ടോ അല്ലെങ്കിൽ വെള്ളം എടുത്തൊക്കെ കഴിക്കും ഒക്കെ ചെയ്ത് താൽക്കാലികമായി ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു റിലീഫാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ബിക്കോസ് നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാനല്ല കൂടുതലും, മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് കുട്ടികളുടെ ഉണ്ടാകും, ഹസ്ബൻഡിന്റെ ഉണ്ടാവും, വീട്ടുകാരുടെ ഉണ്ടാവും. ഇതൊക്കെ നോക്കി വരുമ്പോൾ നമുക്ക് എന്താണ് നമ്മളുടേതായ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നു. ഇല്ലാതെ എന്താ പറയാ, അതൊന്നും ചെയ്യാതെ നമ്മൾ ഈ പറയുന്ന രോഗങ്ങൾക്ക് മനുഷ്യന്മാര് എല്ലാവരും ഒക്കെ, സ്ത്രീകൾ മാത്രമല്ല വിമൻ മാത്രമല്ല മെന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ക്യൂർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ക്യൂറബിൾ ആകുന്ന സിറ്റുവേഷനിൽ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്.
So, all these treatments are given in this cardiology department. Coronary artery bypass grafting, surgical procedure is done for this angina. Bypass grafting, and also cardiovascular surgery, blood vessels, heart disorders, surgery, cardiovascular surgery. And the heart, blood vessels, problems, surgery can be cured. That's surgery procedure, cardiovascular surgery. Paragraph. Is it clear? Clear. മനസ്സിലായി മാം. Yes, okay. Very good. See, അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ എന്താ പറയാ ഈ ഇത്തരം സർജിക്കൽ ട്രീറ്റ്മെന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് കാർഡിയോളജിയില്? നോ, കാരണം അതർ പ്രൊസീജിയേഴ്സ്, മറ്റു കുറെ പ്രൊസീജിയേഴ്സും ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാർഡിയാക് സർജറിയിലുണ്ട്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നത് ബൈപ്പാസ് സർജറി. ബൈപ്പാസ് സർജറി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അത് ഇതുപോലെ തന്നെയൊക്കെയുള്ള സർജറി ട്രീറ്റ്മെന്റുകളൊക്കെയാണ്. ബ്ലഡ് വെസൽസിലൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ഫംഗ്ഷനിങ് ഒക്കെ പ്രോപ്പർ ആക്കുക, അതാണ് ബൈപ്പാസ് സർജറീസ്. വാൽവ് റിപ്പയർസും ഉണ്ട്, വാൽവ് റിപ്ലേസ്മെന്റും ഉണ്ട്. ഈ വാൽവ് റിപ്പയർ റീപ്ലേസ് ചെയ്യാന്ന് പറയുമ്പോൾ രണ്ടാണ്. റിപ്പയർമെന്റ് മീൻസ് ഇഫ് എന്താ പറയാ നമ്മുടെ വാൽവിന് അധികമായിട്ടുള്ള കംപ്ലൈന്റ്സ് ഒന്നുമില്ല, സോ ഇറ്റ് ക്യാൻ ബി റിപ്പയർഡ്. അതേസമയം ഫുള്ളി കംപ്ലൈന്റ് ആണെങ്കിൽ വാൽവ് ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ അനദർ വൺ. വേറൊരു വാൽവ് നമ്മൾ അതിന് എന്ത് ചെയ്യേണ്ടി വരും? ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതാണ് റീപ്ലേസ്മെന്റും റിപ്പയേഴ്സും തമ്മിലുള്ള വ്യത്യാസം. ആൻഡ് ഓൾസോ സർജറി ഫോർ കൺജനിറ്റൽ ഡിഫക്ട്സ് ഓൾസോ പ്രൊവൈഡഡ് അണ്ടർ കാർഡിയോളജി. എന്താ കൺജനിറ്റൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത്? That means by birth തന്നെ, at the time of birth itself we have some one or more problems which is related to heart. നമ്മുടെ ഹൃദയവുമായിട്ട്, അതായത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടോ ഒന്നോ അതിലധികമോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ജന്മനാ തന്നെ ഉണ്ടാകുക. അത് ബർത്തിലോ തന്നെ ഉണ്ടായത്, അല്ലാതെ ഇപ്പൊ കാലക്രമേണ ഉണ്ടായതല്ല. ഈ ബർത്തിന്റെ സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്യൂർഡ് ആസ് പോസിബിൾ അല്ലെ? പെട്ടെന്ന് മാറ്റാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നേരത്തെ മനസ്സിലായി. ആ കൊച്ചുകുട്ടികളെ ചിലരൊക്കെ ജനിക്കുമ്പോൾ ഹാർട്ട് പ്രോബ്ലം ഉള്ള കുട്ടിയാ, അതൊക്കെ മാറ്റാൻ പറ്റും അവരുടെ കയ്യില്. എന്താ പറയാ, അതൊക്കെ നേരത്തെ മനസ്സിലാക്കിയാലും അതോടൊപ്പം മസ്റ്റ് ഹാവ് ദെയർ ഫണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അതിനെയൊക്കെ ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ്. അപ്പൊ അത്തരം കൺജനിറ്റൽ ഡിഫക്ട്സ് ഉൾപ്പെടെ all these treatments are given under cardiology. ഇനി മാത്രമല്ല വാസ്കുലർ ഡിസീസസ്, ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന ഡിസീസസ് ഓൾസോ ക്യൂർഡ്. ഇതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് വരിക. ആൻഡ് ഓൾസോ മോറോവർ ദിസ് ഈ പറയുന്ന സർജറീസും അതുപോലെയുള്ള ബൈപ്പാസും അതുപോലെ റിപ്പയർമെന്റും റീപ്ലേസ്മെന്റും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അനദർ ഒരു ഹെഡ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ മീൻസ് സ്ഥാപിക്കലാണ്. പ്ലാന്റ് ചെയ്യാന്ന് വെച്ചാൽ നടുക എന്നൊക്കെ ഉണ്ടല്ലോ, ഇംപ്ലാന്റ് ചെയ്യുന്ന വെച്ചാൽ അവിടെ സ്ഥാപിക്കുക. അപ്പൊ ഈ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ ട്രീറ്റ്മെന്റും മറ്റൊരു എന്താ പറയാ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന രീതിയാണ്. അതായത് എന്താണ് പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ? വെൻ അവർ ഹാർട്ട് ബീറ്റ് ഗോസ് ടു സ്ലോ, ഭയങ്കരമായിട്ട് സ്ലോ ആയി പോകുക, നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ ആ റേറ്റിന് മിനിറ്റിൽ ഇത്ര എണ്ണം ഇരിക്കണമെന്നുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കും. അത് മേ ബി സം കൈൻഡ് ഓഫ് ഹാർട്ട് പ്രോബ്ലം, ഏതെങ്കിലും തരത്തിലുള്ള ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവർക്കാണ് അങ്ങനെ ഉണ്ടാകുക. എപ്പോഴും ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഡൗൺ ആയി പോകുക. അങ്ങനെയുള്ള പേഷ്യൻസിൽ എന്ത് ചെയ്യുന്ന അറിയാമോ? ദ ഡോക്ടേഴ്സ് വിൽ ഐഡന്റിഫൈ വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദറ്റ്. അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി എന്താ പറയാ ഇൻസേർട്ട് ചെയ്യാണ്. പേസ് മേക്കർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഡിവൈസ് ആണ്, വിച്ച് ഈസ് ഓപ്പറേറ്റഡ് ബൈ ദ യൂസ് ഓഫ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ഡിവൈസ് ആണ്. ചെറിയ ഡിവൈസ് വിൽ ബി ഇൻസേർട്ടഡ് അണ്ടർ അവർ സ്കിൻ. നമ്മുടെ ഈ സ്കിന്നിന്റെ അടിയിൽ, അതായത് നെക്കിന്റെ താഴെയുള്ള സ്കിന്ന് അവിടെ നിന്ന് പതുക്കായിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? പ്ലേസ് ചെയ്യും. അത് അവിടെ പ്ലേസ് ചെയ്യും. അപ്പൊ വിചാരിക്കും ഒരുപാട് വലിയ സാധനമാണോ ഇതിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്ത് എങ്ങനെ മനുഷ്യൻ താങ്ങിക്കൊണ്ട് നടക്കുന്നില്ല. ഇത് വളരെ ചെറുതാണ്. ഓൺലി ഔട്ട് ഓഫ് 1 ounce എന്നൊക്കെ പറയും. അതിന് 28 grams ആണ്. 28 gram മാത്രം വെയിറ്റ് ഉള്ള, അതായത് തൂക്കമുള്ള ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസ് ആണ് നമ്മൾക്ക് ഈ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നത്? ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് വെൻ അവർ ഹാർട്ട് ബീറ്റ് ഗോസ് ടു സ്ലോ, അതിങ്ങനെ കുറച്ച് പതുക്കെ ആകാൻ തുടങ്ങുമ്പോൾ ദിസ് ബാറ്ററി ഓർ ദിസ് ഡിവൈസ് ഗിവ്സ് സം സിഗ്നൽസ് ടു ദ ഹാർട്ട്. നമ്മുടെ ഹാർട്ടിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കും, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യും, ഇങ്ങനെ ലോ ആയി പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും? പെട്ടെന്ന് അത് വീണ്ടും ആ നോർമൽ സ്റ്റേജിലേക്ക് പേസ് കറക്റ്റ് ആക്കി വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് വീണ്ടും എന്ത് ചെയ്യും? ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും.
അല്ലെങ്കിൽ ആ ഒരു ഹൃദയമിടിപ്പ് കറക്റ്റ് ആക്കുന്ന രീതിയിലേക്ക് എത്തിക്കും. താഴേക്ക് പോകുമ്പോ ചില കാര്യങ്ങളെ ചില കുട്ടികളോട് നമ്മൾ ചില കാര്യങ്ങൾ പറയില്ലേ, അപ്പൊ ചിലരോട് ഇങ്ങനെ അടുത്ത് നിന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് അവര് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും കുട്ടികളെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാനിരിക്കുവാൻ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചിലർക്ക് ഇന്ന കാര്യം ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ പിന്നെ അവര് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മളെ എന്താ പറയാ ശല്യം ചെയ്യുക, അവരത് ചെയ്തോണ്ടേ ഇരുന്നോളൂ. പക്ഷെ ചിലവർ അങ്ങനെയല്ല. ചിലർക്ക് എങ്ങനെയാണെന്നറിയാമോ, നമ്മൾ അവിടെ നിൽക്കണം, ഇത് കഴിഞ്ഞു അപ്പൊ നമ്മൾ നോക്കും എന്ത് ചെയ്യും, അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് അവര് നമ്മളെ ഒരു ആക്ഷനെ കൂടി നമുക്ക് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ആസ്കിങ് അസ്. അല്ലെ നമ്മളോട് എന്താ പറയുക, അപ്പൊ നമ്മളെ അടുത്തത് ഇത് അപ്പൊ ഇൻഫോർമേഷൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് ഈ ഹാർട്ട് ബീറ്റ് കുറെ സ്ലോ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ദ പേസ് മേക്കർ ഗിവ്സ് സം സിഗ്നൽസ് ടു ദ ഹാർട്ടിലേക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുക്കുന്നേ അത് താഴേക്ക് പോകുന്നു. അപ്പൊ തന്നെ അത് എന്ത് ചെയ്യും, ഈ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലെ അത് കറക്റ്റ് ചെയ്യാനുള്ള വഴികൾ നോക്കും. സോ ആ ഒരു ട്രീറ്റ്മെന്റും ഓൾസോ ഗിവൺ അണ്ടർ കാർഡിയോളജി ആൻഡ് ഓൾസോ ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് വാട്ട് ഇസ് കോൾഡ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. എന്താണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് കേട്ടിട്ടില്ല? മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് കേട്ടിട്ടില്ല ആരും? ഇല്ല. ഹാർട്ട് അറ്റാക്ക് ആണ് കേട്ടാ. ഇല്ല മിസ്. ഹാർട്ട് അറ്റാക്കിന്റെ മറ്റൊരു പേരാണ് യൂഷ്വലി ഹോസ്പിറ്റലേഴ്സ്, അതായത് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും നഴ്സും ഒക്കെ അവരുടെ കമ്മ്യൂണിക്കേഷനിൽ അവർ ഉപയോഗിക്കുന്ന വേർഡ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ്. നമ്മൾ സാധാരണക്കാരാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് ഉപയോഗിക്കുക. അവരുടെ ലാംഗ്വേജ് നമുക്കറിയാലോ. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഓരോന്നിനും ഓരോ അതിന് നമുക്ക് ഉണ്ട് കേട്ടോ പഠിക്കാനായിട്ട്. ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് അതിനെ കുറിച്ചിട്ട് പഠിക്കാൻ. അതായത് മെഡിക്കൽ ഫീൽഡിൽ ഹോസ്പിറ്റൽസിൽ ഹൗ ദേ ആർ ട്രീറ്റിംഗ് ഓൾ ദീസ് തിങ്സ്. ഓരോ സാധനങ്ങളെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ഓരോന്നിന്റെ നെയിം എന്താണ്, ആൻഡ് അബ്രീവിയേഷൻസ് ഉണ്ട് ഇതിനൊക്കെ പേരുകൾക്കൊക്കെ. അങ്ങനെ മെഡിക്കൽ ടേംസിനൊക്കെ ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന വലിയ ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. മെഡിസിൻസിന്റെ പേരുകൾ, ആ മെഡിസിനുമായി റിലേറ്റ് ചെയ്യുന്ന രോഗത്തിന്റെ പേരുകൾ, അതിനെങ്ങനെ നമുക്ക് ഷോർട്ട് ഫോമിൽ ഉപയോഗിക്കാം, അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, 35ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നുണ്ട് മെഡിക്കൽ ടെർമിനോളജി. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഹാർട്ട് അറ്റാക്ക് എന്നൊരു വാക്ക് അത് നമ്മൾ സാധാരണക്കാർ കോമൺ മാൻ ഉപയോഗിക്കുന്ന വേർഡ് ആണ്. അതിന്റെ മറ്റൊരു പേര്, അതായത് മെഡിക്കൽ ടേംസിൽ അതിന് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ് പേര്. ഗോട്ട് ഇറ്റ്? കാർഡിയോളജി എന്ന് പറയുന്നത് ഫുള്ള് മനസ്സിലായോ? ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കാനുണ്ട്, കുറച്ചധികം കാര്യങ്ങൾ എഴുതി വെക്കാൻ. സോ നൗ ലെറ്റ്സ് ഫസ്റ്റ് റൈറ്റ് ദാറ്റ്. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എഴുത്ത് അവിടെ നിൽക്കും. ബാക്കിയുള്ളതിനകത്തൊന്നും എഴുതാനില്ല. അത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പറഞ്ഞു പോകാലോ. അത് വേഗം എഴുതിക്കോ, പെട്ടെന്ന് എഴുതണേ. ആദ്യത്തെ എഴുതേണ്ടത് കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസ്. കാർഡിയോളജി എന്ന് ഒരു ഹെഡിങ് എഴുതിയിട്ട് അതിന്റെ താഴെ എഴുതാം കൊറോണറി ആർട്ടറി ഡിസീസ്. ഒരു ഹൈഫൻ ഇട്ടിട്ട് CAD എന്ന് എഴുതാം. അതിന്റെ അബ്രീവിയേറ്റഡ് ഫോം ആണ് CAD. കൊറോണറി ആർട്ടറി ഡിസീസ്. നെക്സ്റ്റ് വൺ ആൻജൈന. ANGINA. എഴുതാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര ലാഗാണല്ലോ. ആരും മിണ്ടുന്നില്ലല്ലോ. മിണ്ടരുതാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഞാൻ വിചാരിച്ചു എനിക്ക് എല്ലാം പറയുന്നതേ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്തുന്നതിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും കൂടി ഓരോരുത്തർക്ക് സംസാരിക്കുന്നവരായിരുന്നല്ലോ. ഞാൻ മിണ്ടണ്ടെന്ന് മൈക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ മാഡത്തിന് ഡിസ്റ്റർബൻസ് ആവാൻ. അതൊക്കെ പക്ഷെ എന്നാലും ഇടയ്ക്കൊന്നും ഇങ്ങോട്ട് പോന്നോട്ടെ ഉണ്ടാവും. എന്തെങ്കിലും ചോദിക്കും അപ്പൊ തന്നെ ഒന്ന് ഓഫ് ആയിക്കോ. ഓക്കെ, യെസ്. ആൻജൈന ഒരു ഹൈഫൻ ഇടാം. എന്നിട്ട് എഴുതാം സിവിയർ ചെസ്റ്റ് പെയിൻ. Severe chest pain, often OFTEN, often spreading to the shoulders, arms, 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 and neck, NECK, neck. Due to inadequate blood supply to heart. Inadequate. 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 Inadequate
blood supply to heart. ഒരു സിവിയർ പെയിൻ ആണ് അത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് പമ്പ് ചെയ്യാതെ വരുന്നതാണ്. അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. അത് പമ്പ് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഈ പ്ലാക്സ് ഇങ്ങനെ വന്ന് അടിഞ്ഞു കൂടുന്നതുകൊണ്ട്. അപ്പൊ പ്ലാക്സ് റിമൂവ് ചെയ്ത് നമുക്ക് ആ എന്താ പറയാ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിങ്ങിലൂടെ റിമൂവ് ചെയ്ത് നമുക്ക് ആ ചെസ്റ്റ് പെയിനിന് റിലീഫ് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി ഒന്നുകൂടി വർദ്ധിപ്പിക്കാനും പറ്റും. അല്ലെങ്കിൽ അതങ്ങനെ പതുക്കെ പതുക്കെ അടഞ്ഞ് ഒട്ടുമില്ലാതെ ആകും. അവസാനം അത് ക്യൂർ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും. അതാണ് ആൻജൈന. ഓക്കെ, നെക്സ്റ്റ് വൺ. ഒന്നുകൂടെ പറയോ? തുടങ്ങി പറയണോ? ആ ലാസ്റ്റ് സെന്റൻസ് ഒന്നുകൂടെ പറയോ? Inadequate blood supply to heart. Inadequate blood supply to heart. അടുത്ത ഇതാ coronary artery bypass grafting. Coronary artery bypass grafting. Coronary artery bypass grafting. Put a hyphen. എന്നിട്ട് CABG എന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാട്ടാ. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാ CABG. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് GRAFTING. സ്ക്രീനിൽ കാണുന്നില്ലേ ഷെയർ ചെയ്തിരിക്കുന്നേ? ആ, CABG എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇടാം. It is a surgical procedure to treat CAD. CAD എന്ന് പറഞ്ഞാൽ coronary artery disease. To treat CAD. Full stop. CAD is caused, CAUSED, caused by the build-up of BUILD, build-up of plaques, PLAQUES, build-up of plaques in the arteries of heart. In the arteries of heart. In the arteries of heart. Full stop. By CABG. അതിന്റെ ഷോർട്ട് ആയിട്ട് പറയുന്നുള്ളൂ. അതെന്താണെന്ന് അറിയാലോ അല്ലെ? കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ആണ്. By CABG, can relieve ആ ഒരു സർജിക്കൽ പ്രോസസ്സിലൂടെ can relieve RELIEVE, relieve chest pain, can relieve chest pain and increase life expectancy. And increase life expectancy. EXPECTANCY. Life expectancy. Okay, full stop. Next, അടുത്ത term ഏതാ? Congenital defects. Congenital defects. CONGENITAL. Congenital defects. CONGENITAL. Congenital defects. The hyphenated ഏതാ? One or more problems with the heart structure. One or more problems with the heart structure. STRUCTURE. Heart structure. Actually slow. One or more problems with the heart structure that are present at the time of birth. That are present at the time of birth. BIRTH, by birth.
ജന്മനാ തന്നെ ഹാർട്ടിന്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒന്നിലധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ കൺജനിറ്റൽ ഡിഫക്ട്സ്. മാം ഒന്നുകൂടി പറയാമോ ലാസ്റ്റ് സെന്റൻസ്? വിത്ത് ദ ഹാർട്ട് സ്ട്രക്ചർ ദാറ്റ് ആർ പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. കിട്ടിയോ? that are present at the time of birth. കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് എഴുതാം. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. അവിടെ നോക്കി വേർഡ് നിങ്ങൾ എഴുതിയ നോട്ടിൽ എവിടെ ഉണ്ടല്ലോ, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. Pacemaker is a small battery operated device. Small battery operated device that senses SENSES sense ചെയ്യുക, senses when our heart beats goes too slow. Heartbeat goes, GOES, goes too slow, TOO anta, too slow. Pacemaker is a small battery operated device which senses when our heartbeat goes too slow. Full stop. It send signals to heart. Send signal, SIGNALS, signals to heart that makes your heart beat at the correct pace. PACE, correct pace, correct numberൽ വെക്കാൻ വേണ്ടിയിട്ട് സിഗ്നൽ കൊടുക്കും. കറക്റ്റ് പേസോ? പേസ് PACE, പേസ് മേക്കറിന്റെ പേസ് തന്നെ. ആ പേസ് മേക്കർ വേർഡ് അങ്ങനെ ഉണ്ടായത്. നമ്മുടെ ഹാർട്ട് ബീറ്റ് കറക്റ്റ് പേസിൽ, ആ കറക്റ്റ് നമ്പറിൽ ഇങ്ങനെ കറക്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിവൈസ്, അതിനെയാണ് പേസ് മേക്കർ എന്ന് വിളിക്കുക. ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് ഈസ് ഇംപ്ലാന്റഡ് അണ്ടർ ദ സ്കിൻ. It is implanted, IMPLANTED, implanted under the skin. Under the skin, below the neck, NECK, under the neck. കഴിഞ്ഞോ? കഴിഞ്ഞു. Okay, myocardial infarction. MYOCARDIAL, infarction, INFARCTION. സ്പെല്ലിംഗ് തെറ്റിക്കാതെ എഴുതാ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. ഹാർട്ട് അറ്റാക്ക്. മാം ഒരു ചെറിയ ഡൗട്ട് മാം. നമ്മള് പേസ് മേക്കറിനെ പറ്റി ഇപ്പൊ ഒരു ചെറിയ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു പോയില്ലേ മാം? ഇതിനെപ്പറ്റി ഇൻ ഡെപ്ത് ആയിട്ട് നമ്മള് ഈ കോഴ്സിലെ ഫ്യൂച്ചറിൽ നമ്മൾ നോക്കുന്നുണ്ടോ അതോ ഇത്ര തന്നെയാണോ മാം ഇതിനെ പറ്റി? പേസ് മേക്കറിനെ പറ്റി നമുക്ക് ഇപ്പൊ ഒരു നോട്ടും ഇപ്പൊ ഒരു രീതിയിൽ നമ്മള് ഇത് ചെയ്തു പോയില്ലേ? ഇത് ഇത്ര തന്നെയാണോ നമുക്കിനി ഉള്ളത്? അത് അടുത്ത ഫ്യൂച്ചർ ചാപ്റ്ററിൽ ഒരു കുറച്ചുകൂടെ ഇൻ ഡെപ്ത് ആയിട്ട് പോകുന്നുണ്ടോ മാം? ഇനി വലിയ ഇതിന്റെ സ്റ്റഡീസിലേക്കൊക്കെ പോകുമ്പോ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? നമ്മുടെ ഈ ഒരു 6 മാസത്തെ ഇല്ല, ഇത്രേ ഉള്ളൂ. നമ്മള് നിങ്ങൾക്ക് അത് എന്താണെന്ന് അവിടെ ആ വേർഡ് അവിടെ ഉപയോഗിച്ചത് കൊണ്ട് എല്ലാവർക്കും അറിയണമെന്നില്ല. വാട്ട് ഈസ് പേസ് മേക്കർ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. അത് ആ ഒരു ഡിവൈസ് എന്തിനു ഉപയോഗിക്കുന്നു എന്നൊന്നും അറിയണമല്ലോ.
അപ്പൊ അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു നോളജിലേക്ക് ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന നോട്ടേ ഉള്ളൂ. പക്ഷേ നമുക്ക് ചിലർക്ക് പേസ് മേക്കർ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷനും കൂടി ഈ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നു എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് പേസ് മേക്കർ? അപ്പൊ അങ്ങനെ ഒരു ചോദ്യം അവരുടെ മനസ്സിലുണ്ട്, എന്താണ് ഈ പേസ് മേക്കർ, അത് എന്ത് സാധനമാണ്, അത് എന്തെങ്കിലും ഒരു ഇപ്പൊ ഡിവൈസ് ആണെന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ അല്ല. അതുകൊണ്ടാണ് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അറിഞ്ഞതിന്റെ സ്ഥിതിക്ക് നമ്മൾ അതും കൂടി മനസ്സിലാക്കി പഠിച്ചു വെക്കണം. ഓക്കെ, യെസ്. സോ അപ്പൊ നമുക്ക് ആ ഒരു കാർഡിയോളജിയിൽ കുറച്ചധികം എഴുതാനുണ്ടായിരുന്നു. കാരണം കാർഡിയോളജി എന്ന് പറയുന്നത് ചില്ലറമായിട്ടുള്ള ഒരു സ്ഥലമല്ല. നമ്മളുടെ ബോഡി എന്ന് പറയുന്ന ആ ഒരു വലിയ എന്താ പറയാ ഒരു മെഷീന്റെ അകത്തുള്ള ചില ഓപ്പറേഷൻസ് നടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വൈഡ് റേഞ്ച്, ഒരു വാസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. ഒത്തിരി സർജിക്കൽ പ്രൊസീജിയേഴ്സും സർജറീസ്, ട്രീറ്റ്മെന്റുകൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ, ചില കാര്യങ്ങൾ വരാതിരിക്കാനൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, അനസ്തേഷ്യോളജി. ഹാവ് യു ഹേർഡ് അബൌട്ട് ഇറ്റ്? വാട്ട് ഈസ് അനസ്തേഷ്യ? എന്താണ് അനസ്തേഷ്യ എന്ന് പറയുന്നത്? ചെയ്യുമ്പോൾ മയങ്ങാനുള്ള അല്ലെങ്കിൽ മയക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. സോ ലെറ്റ്സ് സീ, അനസ്തേഷ്യ അല്ലെങ്കിൽ അനസ്തേഷ്യോളജി ഇറ്റ്സ് എ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡീൽസ് ഇൻ അനസ്തേഷ്യ, പ്രൊവൈഡിംഗ് അനസ്തേഷ്യ ടു ദ പേഷ്യൻസ് ഹു ആർ അണ്ടർഗോയിങ് സർജറീസ് ഓർ പ്രൊസീജിയേഴ്സ് അല്ലെ. അതായത് ഏതെങ്കിലും തരത്തിലുള്ള സർജറികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയേഴ്സോ അണ്ടർഗോ ചെയ്യുന്ന പേഷ്യൻസിന് വേണ്ടി അവരെ എന്താ പറയാ, അവരെ ആ ഒരു പ്രൊസീജിയർ ചെയ്യിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു അസിസ്റ്റ് ചെയ്യാൻ. അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു മുറിവോ ഒരു കുഞ്ഞ് എന്തെങ്കിലും ഒരു എന്താ പറയാ പിന്നു കൊണ്ടുള്ള സൂചി കൊണ്ടുള്ള ഒരു കുത്തോ ഒക്കെ കിട്ടുമ്പോ തന്നെ നമുക്ക് എത്ര പെയിൻഫുൾ ആണെന്ന് നമുക്കറിയാലോ അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? എന്താ എന്തോ ചോദിക്കണ്ട്. ആ നോട്ട് അടുത്ത ആരെങ്കിലും എഴുതിയവരുണ്ടെങ്കിൽ സെൻഡ് ചെയ്ത് തരും കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഇത് കേട്ടോണ്ടിരിക്കാം. നോട്ട് ആരോടെങ്കിലും എന്റെ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി, അവര് ഡിക്റ്റേറ്റ് ചെയ്ത് തരും അല്ലെങ്കിൽ അവിടെ അവര് എഴുതി തരും കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പേഷ്യൻസ് നമുക്കറിയാം ചിലപ്പോ ഭയങ്കര ആഴത്തിലുള്ള ഒരു മുറിവ്, ഇഞ്ചുറി ആയിട്ടോ ഹെഡോ അല്ലെങ്കിൽ കാലോ കയ്യോ ഒടിയോ അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോ ഈ ആ വേദന ഓൾറെഡി നമുക്ക് ഉണ്ട്. ഇനി അതിനൊക്കെ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്ത് അതിനെയൊക്കെ നമുക്ക് ക്യൂർ ചെയ്യണം അല്ലെങ്കിൽ അതിനെ പ്രീവിയസ് സ്റ്റേജിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സർജറീസ് ചെയ്യേണ്ടി വരും. ചിലപ്പോ തുന്നിക്കെട്ട് അല്ലെ, സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ ഈ ഫ്ലഷിൽ അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് സോ പെയിൻഫുൾ. ആ പെയിൻഫുൾ ആണ്. അപ്പൊ ആ പെയിനൊക്കെ ഒരു പരിധി വരെ ഇല്ലാതാക്കാനായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒത്തിരി പ്രൊസീജിയേഴ്സും സർജറീസും ഒക്കെ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റൽസിൽ. സോ അനസ്തേഷ്യോളജി ഇസ് എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഫോർ ദാറ്റ്. അപ്പൊ അതിനെ അസിസ്റ്റ് ചെയ്യാൻ, സർജറീസിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അനസ്തേഷ്യ. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകളുണ്ട്, അനസ്തെറ്റിക്സ്. അപ്പൊ അവരായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുക. അനസ്തേഷ്യോളജി ഇസ് ദാറ്റ് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. അനസ്തേഷ്യാസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ദിസ് അനസ്തേഷ്യ, നമ്മൾ ഇങ്ങനെ അനസ്തേഷ്യ കൊടുക്കുന്നു എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ അല്ലെ. പക്ഷെ അതിന്റെ എന്താ പറയാ അതിന്റെ ഉള്ളിലേക്ക് എത്രത്തോളം വൈഡ് ആണ് അനസ്തേഷ്യ നമ്മൾ ചിന്തിച്ചിട്ടില്ല. So to understand, നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി it is divided. Anesthesiology is divided into, അല്ലെങ്കിൽ it administers in particularly 3 topics. അല്ലെങ്കിൽ ഈ അനസ്തേഷ്യനെ 3 പർട്ടിക്കുലർ ആയിട്ടുള്ള ടോപ്പിക്കുകളായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് വിഭാഗത്തിലേക്ക് പറയുന്നുണ്ട്. അത് കൊടുക്കുന്ന അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റിൽ എങ്ങനെയുള്ള അനസ്തേഷ്യാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ ബേസിസിലാണ് ഇങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് general anesthesia, local anesthesia and regional anesthesia. ഏതൊക്കെയാണ്? ജനറൽ, ലോക്കൽ ആൻഡ് റീജിയണൽ. ഓക്കെ, 3 രീതിയിലുള്ള അനസ്തേഷ്യാസ് ആണ് അപ്പൊ എന്ത് ചെയ്യുന്നത് അനസ്തേഷ്യോളജി വിഭാഗം കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് പേഷ്യൻസിന്, ദോസ് ഹു ആർ അണ്ടർഗോയിങ് ദിസ് സർജറീസ് ഓർ പ്രൊസീജിയേഴ്സ്. സോ ലെറ്റ്സ് സീ ഈച്ച് ആൻഡ് എവരി വൺ. ഓരോന്ന് എന്താണ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ജനറൽ അനസ്തേഷ്യ ആണ്. എന്തായിരിക്കും ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്? അതും ഒരുതരം മെഡിസിൻ ആണ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ അനസ്തേഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഡോക്ടർ, വിച്ച് ഇസ് ഗിവൺ ത്രൂ എ മാസ്ക് ഓർ IV കാനുല. എന്നല്ലെങ്കിൽ മാസ്കില് മരുന്ന് ഒഴിച്ചിട്ട് അത് ഇങ്ങനെ നമ്മൾ വെക്കുമ്പോ എന്ത് പറ്റും, നമ്മളത് അറിയാതെ ഇൻഹെയിൽ ചെയ്യും.
അങ്ങനെ ഇൻഹെയിൽ ചെയ്ത് ഒരു കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനൊരു ഡോസ് ഉണ്ടാവുമല്ലോ, ആ ഡോസ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദ പേഷ്യന്റ് ബിക്കംസ് അൺകോൺഷ്യസ്. ആ പേഷ്യന്റിന് ആ കോൺഷ്യസ്നെസ് നഷ്ടപ്പെടുകയും നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇപ്പൊ തുന്നിക്കെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സർജറീസോ ആണ് ചെയ്യേണ്ടതെങ്കിൽ അതൊക്കെ അവർക്ക് എന്താ പറയാ ഈസി ആയിട്ട് ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റും. ഐദർ ഇറ്റ് വിൽ ബി ഗിവൺ ത്രൂ എ IV കാനുല പ്രൊവൈഡ് ചെയ്തിട്ട്, IV കാനുല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ എന്താ പറയാ ഹോസ്പിറ്റൽസിലെ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിന് എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ടെങ്കിലേ ഇവര് ഇങ്ങനെ ഒരു കാനുല കൊണ്ടുവന്ന് നമ്മുടെ ആ വെയിലിൽ അവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഒട്ടിച്ചിട്ട്. കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? ഈ എവിടെയും കണ്ടിട്ടില്ലെങ്കിൽ നമ്മളുടെ ഡെലിവറിക്കൊക്കെ സ്ത്രീകളെ കൊണ്ടുപോയി ഇട്ടിരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്നൊക്കെ ചിലപ്പോ ബ്ലഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാനോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഈ ഒരു സാധനത്തിൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ നമ്മൾ വെയിൻ പിടിച്ചിട്ട് അതിനകത്ത് ഇഞ്ചക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ ഒരു കാനുല അവരെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് ഈ കാനുലേന്റെ ഇതിന്മേലത്തെ ഒരു കളറ് വ്യത്യാസമുണ്ട്, പിങ്ക് കളറുണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ പല കളേഴ്സിലുണ്ട്, 4 ടൈപ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയാനില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ഇത് എന്താണ്, ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. കാണാത്തവരോ കാനുല കാണാത്തവരുണ്ടോ? കാനുല എന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് കണ്ടിട്ടുണ്ടാവില്ല. ഈ സാധനം ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതാണ് കാനുല എന്നാണ് ഞാനിപ്പോ പറയണേ. ഇപ്പൊ മനസ്സിലായിട്ടോ? നമ്മളിത് കണ്ടിട്ടൊക്കെ ഉണ്ട്, ഒരു സാധനം കൊണ്ട് ആ സിസ്റ്റം കൊണ്ട് തൊട്ടിച്ചു എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ അതെന്താണെന്ന് അറിയില്ല. പക്ഷെ ഇനി നിങ്ങൾ പറയണം ആരോടെങ്കിലും കാനുല, അതെന്താണെന്ന് പറയണം, വിച്ച് ഈസ് ഫിക്സഡ് ടു അവർ വെയിൻ. നമ്മളുടെ വെയിനിൽ ഇത് ഇഞ്ചക്ട് ചെയ്ത് ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ മരുന്ന് ഇഞ്ചക്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുവന്നത് ഈ കാനുലയിൽ കൂടി അത് എന്ത് ചെയ്താൽ മതി, ഇഞ്ചക്ട് ചെയ്താൽ മതി. അല്ലാണ്ട് വേറെ വീണ്ടും ഈ ചിലർക്കൊക്കെ വെയിൻ കിട്ടാൻ ഭയങ്കര പാടാ, അപ്പൊ അതൊക്കെ ഭയങ്കര പ്രശ്നമാവും. അപ്പൊ അതിനൊക്കെ ഒരു ഈസി വേ കൂടിയാണ്. അപ്പൊ ഈ IV കാനുലയിലൂടെയോ അത് വെയിനിൽ പ്ലേസ് ചെയ്തിട്ടുള്ള IV കാനുലയിലൂടെയോ അല്ലെങ്കിൽ മാസ്കിലൂടെയോ ഒക്കെ ആയിരിക്കും അൺകോൺഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുക. അതിനെയാണ്, അത്തരം അനസ്തേഷ്യയാണ് നമ്മൾ ജനറൽ അനസ്തേഷ്യ എന്ന് വിളിക്കുക. വെൻ ദിസ് അനസ്തേഷ്യ വർക്ക്സ്, ഈ കൊടുക്കുന്ന അനസ്തേഷ്യ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ ദ പേഷ്യന്റ് ബിക്കംസ് അൺകോൺഷ്യസ്, അയാളുടെ കോൺഷ്യസ്നെസ് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും ഡോക്ടേഴ്സിന്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ലോക്കൽ അനസ്തേഷ്യ ആണ് രണ്ടാമത്തേത്. ലോക്കൽ അനസ്തേഷ്യ ബ്ലോക്സ് ദ സെൻസേഷൻ ഓഫ് എ പെർട്ടിക്കുലർ എ സ്മോൾ ഏരിയ. ഒരു കുഞ്ഞു ഭാഗത്ത് മാത്രം സെൻസേഷൻ ബ്ലോക്ക് ചെയ്ത, അതായത് നമുക്ക് തൊട്ടാലൊന്നും ഫീൽ ചെയ്യില്ല, അവിടെ അങ്ങനെ ഒരു ഭാഗം ഉണ്ടോ എന്ന് അറിയില്ല, അങ്ങനെ ഒരു ചെറിയ ഏരിയ മാത്രം കവർ ചെയ്ത് കൊടുക്കുന്ന അനസ്തേഷ്യാണ് ലോക്കൽ അനസ്തേഷ്യ, വിച്ച് ഈസ് എന്താ പറയാ ഓഫൺ പ്രൊവൈഡഡ് ബൈ ദ ഡെന്റിസ്റ്റ്. സാധാരണ യൂഷ്വലി ഇത് ഉപയോഗിക്കുന്നത് ഡെന്റിസ്റ്റുകളാണ്. ബിക്കോസ് അവർക്ക് ആ ഒരു പല്ല് എടുക്കാനോ അല്ലെങ്കിൽ പല്ലിന് റൂട്ട് കനാൽ ചെയ്യാനോ ജോ കറക്റ്റ് ചെയ്യാനോ നമ്മുടെ വായിക്ക് എന്താ പറയുക ജോ ഒക്കെയില്ലേ അങ്ങ് തള്ളി അകത്തോട്ട് നിൽക്കുക, പുറത്തേക്ക് നിൽക്കും, അതായത് നമ്മുടെ അലൈൻമെന്റുകൾ കറക്റ്റ് അല്ലാതെ വരുന്നു. അങ്ങനെയുള്ള സമയത്ത് പല്ലുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന സമയത്ത് ഡെന്റിസ്റ്റിന് ചിലപ്പോൾ ഇതുപോലുള്ള കുഞ്ഞ് ഇഞ്ചക്ഷൻസ്, അത് നമ്മൾ അറിയുപോലും ഇല്ല, മോണയിലായിരിക്കും അങ്ങനെ ഒരു ഇഞ്ചക്ട് ചെയ്യാം. അപ്പൊ അത് ആ സ്ഥലം മാത്രം, ആ ഒരു കുഞ്ഞു ഭാഗത്ത് മാത്രം എന്ത് ചെയ്യുന്നു, ആ ഒരു സെൻസേഷൻ ബ്ലോക്ക് ആവുന്നു. സോ ദേ ക്യാൻ ഡു ദയർ പ്രൊസീജിയേഴ്സ്. അപ്പൊ ഡെന്റിസ്റ്റുകൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ നമ്പ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ മരവിപ്പിച്ചിട്ടില്ല എങ്കിൽ, സെൻസേഷൻ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു വേദന വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മളുടെ ബോഡി അതിനെ പ്രതികരിക്കും. നമ്മൾ അറിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പ്രതികരിക്കും. ചിലപ്പോൾ നമ്മൾ കൈ കൊണ്ട് പെട്ടെന്ന് എടുത്ത് തട്ടി മാറ്റും. നമുക്കറിയാലോ, ഇപ്പൊ ഇത് സാധനമൊക്കെ വായിൽ കുറെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ല, ഈ സാധനമൊക്കെ പെട്ടെന്ന് തട്ടുന്ന സമയത്ത് വായിക്കകത്തോട്ട് തള്ളി കയറി പോകാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊസിഷൻ മാറി പോകാനോ ഒക്കെ സാധ്യതകൾ ഒത്തിരി ഉണ്ട്. ഭയങ്കര എന്താ പറയാ റിസ്ക് ഫാക്ടർ ഉള്ള സാധനമാണ് ഈ പറഞ്ഞ ആയുധം വെച്ചിട്ടുള്ള കളി ആയതുകൊണ്ടേ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇത്തരം പ്രൊസീജിയേഴ്സ് ഒക്കെ നൽകുന്ന ഡോക്ടേഴ്സ് അവര് പെട്ടെന്ന് ഇത് ചെയ്യും. ഇത് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയും. ആഫ്റ്റർ ദാറ്റ് ദേ വിൽ കോൾ അഗൈൻ. വീണ്ടും വിളിച്ചിട്ട് നമുക്ക് ആ ഒരു കാര്യം എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തു തരും. അതാണ് ലോക്കൽ അനസ്തേഷ്യ. അപ്പൊ നമ്മളുടെ പല്ല് ഡോക്ടേഴ്സ്, അതായത് ഡെന്റിസ്റ്റുകളാണ് ഇത് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് എക്സാമ്പിൾ മറക്കരുത് കേട്ടോ. ലോക്കൽ അനസ്തേഷ്യ ഗിവൺ പർട്ടിക്കുലർലി ബൈ ഡാഷ് ഇന്ന ഡോക്ടർമാരാണ്, അപ്പൊ ഓർത്തേക്ക് ഡെന്റിസ്റ്റുകളാണ്. ദെൻ അടുത്തതാണ് റീജിയണൽ അനസ്തേഷ്യ. റീജിയണൽ അനസ്തേഷ്യന്റെ പ്രത്യേകത എന്താ? ഇറ്റ് നംസ് എ പർട്ടിക്കുലർ പാർട്ട് ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തെ മുഴുവനായിട്ട്, ആ ഭാഗം ശരീരഭാഗം മുഴുവനായിട്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ, അപ്പൊ വീണ്ടും ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ വന്നേ, അതുകൊണ്ട് ഞാൻ കൺഫ്യൂഷൻ പറഞ്ഞേക്കുമ്പോൾ ചോദ്യം പറയാം. അതായത് പല്ലില് പറഞ്ഞത് ലോക്കൽ അനസ്തേഷ്യ, ആ ഒരു ചെറിയ ഭാഗത്ത് മാത്രം, എവിടെയാണോ ഏത് ഭാഗത്താണോ ഇപ്പുറത്തെ ഭാഗത്തെ പല്ലിലാണ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ ഒരു ഇഞ്ചക്ഷൻ തരുന്നു. അവിടെ മാത്രമേ, ഇവിടെ നമുക്ക് സെൻസിബിൾ ആണ്, നമുക്ക് അറിയും ഇവിടെ ഇവിടെ എന്തെങ്കിലും വെച്ചിട്ട് ഇവിടെ ഒന്നും എന്താ പറയാ വേറെ കേടുപാടുകളൊന്നും ഇല്ല.
ഇവിടെ വെച്ചിട്ട് ആ ഡോക്ടർ എന്തെങ്കിലും കുത്തുകുത്താണെങ്കിൽ വൈരാഗ്യം വെച്ചിട്ട് കുത്തുകുത്താണെങ്കിൽ നമുക്ക് വേദനെടുക്കും. ബിക്കോസ് ഇവിടെയല്ല നമ്മുടെ പ്രശ്നം. കുത്തി വെച്ചതും ഇഞ്ചക്ഷൻ തന്നതും അനസ്തേഷ്യ തന്നത് ഇവിടെയാണ്. സോ അവിടെയാണ് എന്ത് ചെയ്യുന്ന ലോക്കൽ അനസ്തേഷ്യ കൊടുത്ത ഭാഗത്ത് മാത്രമേ ആ സെൻസേഷൻ ബ്ലോക്ക് ആകുന്നുള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നത്? ആ ഒരു പർട്ടിക്കുലർ കുഞ്ഞ് ഏരിയ മാത്രമാണ്. ഓക്കെ, ഇനി റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ബോഡി ബിക്കംസ് നമ്പർ എന്ന് പറഞ്ഞാൽ മരവിക്കുക. മനസ്സിലാകോ? ഓക്കെ. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഭാഗം മുഴുവൻ. ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്താണ്? സിസേറിയൻ ആണ്. ലേഡീസ് ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആൻഡ് ദോസ് ഹു ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്, അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അതിനേക്കാൾ കൂടുതൽ മനസ്സിലാകും. എനിക്ക് അറിയില്ല, എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഇത്തരം അനസ്തേഷ്യ ഒരു റീജിയണൽ അനസ്തേഷ്യ ആണ്. അത് കൊടുക്കുമ്പോൾ നമ്മുടെ വയറിനെ മുഴുവനായിട്ട് മരവിപ്പിക്കുകയാണ്. കാരണം ഭയങ്കര വലിയ ഏറ്റവും വലിയ ഓപ്പറേഷൻസ് ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? എന്നിട്ടാണ് കുട്ടിയെ പുറത്തേക്ക് എടുക്കുക. ഒരു വലിയ ഓപ്പറേഷൻ ആണ്. നമ്മുടെ വയറെന്ന് പറയുന്നത് അതിന്റെ അവിടുത്തെ ആ ഭാഗം ഭയങ്കര എന്താ പറയാ ഇത്തിരി കട്ടിയുള്ള ഭാഗമാണ്. അത് സ്ത്രീകളുടേതാവുമ്പോൾ കുട്ടിയൊക്കെ ആകുന്ന സമയത്തൊക്കെ അത് ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള ഭാഗമായതുകൊണ്ട് കീറാനും ഒക്കെ ഒത്തിരി സമയമെടുക്കും. അതുപോലെ തന്നെ ഇത്തിരി ഹാൻഡിൽ ചെയ്യാൻ ഇത്തിരി ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇത്തരം സർജറീസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സിസേറിയൻ പോലെയുള്ള സെക്ഷൻസ് നടക്കുന്ന സമയത്ത് അനസ്തേഷ്യോളജിസ്റ്റ് വിൽ പ്രൊവൈഡ് ദിസ് റീജിയണൽ അനസ്തേഷ്യ. അത് കൊടുത്തിട്ടാണ്. അത് സാധാരണ ഇവിടെ വൈറ്റത്തോ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ എന്താ പറയാ മുതുകിനെന്നാണ് പറയുക അല്ലെ, ബാക്ക് ബോണിന്റെ അവിടെ ആയിട്ടാണ് ഈ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. ഇച്ചിരി പെയിൻഫുൾ ആണെന്ന് മാത്രമല്ല അത് ഭയങ്കര എന്താ പറയാ സാധാരണ ഉള്ള മാംസമുള്ളവർക്കൊക്കെ തന്നെ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം പെയിൻഫുൾ ആണെന്ന് ആലോചിച്ച് നോക്കുക. അതേസമയം ഇങ്ങനെ കൂടി ആകുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. പിന്നീട് അതിന്റെ ആഫ്റ്റർ എഫക്ട് പിന്നീട് വരുന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഇഞ്ചക്ഷൻസ് ചെയ്യുന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് പിന്നീട് കുറെ കഴിയുമ്പോൾ കുറച്ചുകൂടിയൊക്കെ പ്രായമൊക്കെ ചെന്ന് എപ്പോഴും ഈ നടുവേദനയൊക്കെ മാറാതെ നിൽക്കുക സ്ത്രീകൾക്ക്. അപ്പൊ വെറുതെ പറയുന്നതല്ല, അന്നൊന്നും മനസ്സിലാക്കിക്കൊള്ളുക. ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് പറയും പിന്നെ ഇതൊക്കെ എന്താണ്, എല്ലാവരും ഒക്കെ മനുഷ്യന്മാരല്ലേ, എന്ത് ഇത്ര ചെറുതിലെ നടുവേദന അതാണ് ഇതാണെന്നൊക്കെ. ചെറുതിലേക്ക് തന്നെ കിട്ടുന്ന ചില ഇത്തരം ഇഞ്ചക്ഷൻസ് ഒക്കെ ഭാവിയിൽ ഫ്യൂച്ചറിൽ നമുക്ക് ചിലപ്പോഴൊക്കെ ഇത്തിരി എന്താ പറയാ നല്ല രീതിയിൽ നമ്മളെ പെയിൻഫുൾ ആക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ തന്നെയാണ്. അപ്പൊ അനസ്തേഷ്യ ഈ പറയുന്ന 3 ടൈപ്സ് ആണ്: ജനറൽ, ലോക്കൽ ആൻഡ് റീജിയണൽ അനസ്തേഷ്യ. മിക്കവാറും ഒരുപാട് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഈ എന്താ പറയാ സിസേറിയൻ ആയിക്കോട്ടെ എന്നാണ്. കാരണം പെയിൻ സഹിക്കാൻ പറ്റില്ലല്ലോ എന്ന്. അതിന് വേദന ഇല്ലല്ലോ, കാരണം നമ്മളെ മരവിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല ഇത് എങ്ങനെയാണ് എന്താണെന്നൊന്നും. അതുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ചില ആളുകളൊക്കെ ഇന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചു വെക്കുകയാണ്. പക്ഷെ എന്താ പറയാ സാധാരണ നോർമൽ ആയിട്ടൊരു ഡെലിവറിക്കൊന്നും ഈ പറയുന്ന ആവശ്യമൊന്നുമില്ല, അനസ്തേഷ്യ ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇനി വൈ പ്രൊവൈഡിങ് ദിസ് അനസ്തേഷ്യ, ഇനി ഇതിന്റെ കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ റീജിയണൽ അനസ്തേഷ്യ when it is provided they have to monitor some things. അതായത് ചില കാര്യങ്ങൾ ഈ അനസ്തേഷ്യോളജിസ്റ്റുകളൊക്കെ മോണിറ്റർ ചെയ്യണം. എന്ന് വെച്ചാൽ ഈ പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ, ഹാർട്ട് റിതം, പിന്നെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അബോധാവസ്ഥയിൽ ആയി പോകുന്നുണ്ടോ അല്ലെങ്കിൽ ആള് മയക്കത്തിലേക്ക് പോയിട്ടില്ലേ, ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ മാത്രമല്ല എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡിലുള്ള ഓക്സിജന്റെ എമൗണ്ട് എത്രയുണ്ട്, ഇതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യണം. എന്നിട്ടേ അനസ്തേഷ്യ കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഭയങ്കര ഹാർംഫുൾ ആയിട്ടുള്ള ഒരു അനസ്തേഷ്യയാണ്. അത് ചിലപ്പോ രണ്ടും ഇത് മധ്യത്തിലൊക്കെ വന്നു പോകുന്നുണ്ട്. ചില ആൾക്കാർ പറയുമല്ലോ, ചില എന്താ പറയാ സ്ത്രീകളെയൊക്കെ ഡെലിവറിക്ക് കൊണ്ടുപോയിട്ട് ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ കൊണ്ടുപോയി പക്ഷെ ചിലപ്പോൾ അതിന് ശേഷം ഉണ്ടായത് ഭയങ്കര ബാഡ് കണ്ടീഷൻസിലേക്ക് പോയി, അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൺ എന്താ പറയാ ഡെത്ത് വരെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്തതിന്റെ പ്രശ്നമാണോ മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ മനുഷ്യരിൽ വരുമല്ലോ. അപ്പൊ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഇവര് ഇതിനെ എങ്ങനെ പ്രതികരിക്കും, ഇതിന്റെ റിയാക്ഷൻസ് ആ പേഷ്യന്റിന്റെ എങ്ങനെയാണ്, ഇറ്റ് വിൽ ഡിഫർ ഫ്രം വൺ പേഷ്യന്റ് ടു അനദർ അല്ലെ. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, പലർക്കും പല രീതിയിലാണ്. ഒരുപാട് നല്ല സ്റ്റാമിന ഉള്ളവർക്ക് പെട്ടെന്നൊന്നും അൺകോൺഷ്യസ് ആകില്ല, കുറെ കഴിയണം. അപ്പൊ അതെന്തോ അൺകോൺഷ്യസ് ആയോ എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ സർജറീസ് ചെയ്യാനായിട്ട് പോകാനായിട്ട് പാടുള്ളൂ. Is it clear? 3 types of anesthesia. Yes, Okay, ma'am, clear. Clear ആയോ മാം? Okay. Yes. സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസിലുമാണ് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ പറഞ്ഞപ്പോ ഒന്നുകൂടി ക്ലിയർ ആയിട്ട്. ലാസ്റ്റ് വൺ ഒരെണ്ണം കൂടി നമുക്ക് എടുക്കാം. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ആൻഡ് ഓൾസോ there is one another more name, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്നൊക്കെ പേരുണ്ട് കേട്ടോ. ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഇതൊക്കെ ഒരു പേരാണ്. എല്ലാത്തിനും കൂടി ഉള്ളതാണ്. CCU, ICU, ITU എന്നൊക്കെ ഇതിന്റെ പേരുണ്ട് കേട്ടോ. ഡിഫറെന്റ് നെയിംസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ ഫംഗ്ഷൻസും ഓപ്പറേഷൻസ് ഒക്കെ ഒന്ന് തന്നെയാണ്. Here the patients are brought with life
ത്രെട്ടണിങ് ഇൽനെസ്, അതായത് ജീവൻ മരണ പോരാട്ടത്തിൽ വരുന്ന ആളുകളെ കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് ICU. Maybe these patients will be shifted from any operation theaters or recovery rooms or casualty emergency department ന്നോ അല്ലെങ്കിൽ റിക്കവറി റൂമിന്നോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നോ ഒക്കെ കൊണ്ടുവരുന്നവരെ ആയിരിക്കുള്ളൂ ഈ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് കൊണ്ടുപോകുക. ഓടി ഏതെങ്കിലും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആളെ നേരിട്ട് ഓടി ICUലേക്കൊന്നും കയറ്റില്ല കേട്ടോ. ഫസ്റ്റ് ദേ വിൽ ബി ഗിവൺ സം ട്രീറ്റ്മെന്റ് ഇൻ കാഷ്വാലിറ്റി. ആദ്യം തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും, അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ആഫ്റ്റർ ദ ഓപ്പറേഷൻസ് സർജറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ സം പേഷ്യൻസ് മേ ഗോ ബാഡ്, ചിലപ്പോൾ അവരുടെ കണ്ടീഷൻസ് കുറച്ച് മോശമാവും. സോ ദേ ഹാവ് ടു ബി ഗിവൺ ഇന്റൻസീവ് കെയർ. അവർക്ക് കുറച്ച് ചിലപ്പോൾ തീവ്ര പരിചരണം ആവശ്യമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനെയും ആയിരിക്കും എന്താവുക ഈ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. And sometimes some patients should be isolated. എന്താണ് ഐസൊലേറ്റഡ് റൂമിലും ചില പേഷ്യൻസിനെ കൊണ്ടുപോകേണ്ടി വരും. കാരണം എന്താ പറയാ, ICU എന്ന് പറയുന്നത് there will be a few number of beds, കുറച്ച് ബെഡുകളൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇതും കൂടാതെ അതിനേക്കാൾ കൂടുതൽ കെയർ if the patient has to be given. പേഷ്യന്റിന് കൊടുക്കണമെങ്കിൽ അവരെ ഈ ഐസൊലേറ്റഡ് റൂമിലേക്ക് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുക. കൂടുതൽ ഏറ്റവും കൂടുതൽ മൊത്തത്തിൽ എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള കെയർ കൊടുക്കണമെങ്കിലാണ് ഐസൊലേറ്റഡ് റൂംസിലേക്ക്. അതർവൈസ് they will be shifted to ICU, intensive care യൂണിറ്റിലേക്ക് ആയിരിക്കും. So that they will get more medical attention. കൂടുതൽ മെഡിക്കൽ അറ്റൻഷൻ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങോട്ട് ഐസൊലേറ്റഡ് റൂമിലേക്ക് ഒക്കെ ആക്കുക. ആൻഡ് ഓൾസോ ഈ ICUല് there will be a few number of beds. വളരെ കുറച്ച് ബെഡുകളുടെ എണ്ണം മാത്രമേ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഉള്ള മൊത്തത്തിലുള്ള വാർഡിലൊക്കെ 5-10 ബെഡൊക്കെ കിടക്കുന്ന പോലെ നമ്മളുടെ ICUവിനകത്തും അത്രയും ബെഡൊന്നും ഉണ്ടാവില്ല കേട്ടോ, 2-3 ബെഡൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് ദിസ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് വിൽ ബി ഹാൻഡിൽഡ് ബൈ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ്. അവിടെ എല്ലാ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ആയിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുക. എല്ലാം വിത്ത് ദ നഴ്സസ്. അവിടെ പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ നഴ്സസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയാ അനസ്തെറ്റിക്സ് ഉണ്ടായിരിക്കും. അതായത് അനസ്തേഷ്യ പെട്ടെന്ന് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആണ്. കാരണം ഇവിടെ ഏറ്റവും തീവ്രമായിട്ടുള്ള പരിചരണം ആവശ്യമുള്ളവരാണ് കിടക്കണേ, ലൈഫ് ത്രെട്ടണിങ് ഇൽനെസ്സുമായിട്ട് കിടക്കണേ. അപ്പൊ എപ്പോഴാണ് പെട്ടെന്ന് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് പ്രൊവൈഡ് ചെയ്യാനും ചിലപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റുകൾ അവരുടെ മസിൽസിനും ബോൺസിനും ഒക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടെങ്കിൽ, ആക്സിഡന്റ്സ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര വലിയ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കാലുകൾക്കോ കൈകൾക്കോ അല്ലെങ്കിൽ തലയ്ക്കോ മറ്റൊക്കെ വലിയ ഹാർഡായിട്ടുള്ള ഇഞ്ചുറി ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ തെറാപ്പീസിലൂടെ മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവരും ഉണ്ടാവണം. ആൻഡ് ഓൾസോ ഡയറ്റീഷ്യൻസ് ഉണ്ടാകും. ICUല് കിടക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഭയങ്കര ഹെവി ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല. ഓൺലി ഫുഡ്സ് വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ഫുഡുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. പാലായിരിക്കാം, ചിലപ്പോൾ ചോറൊക്കെ അരിച്ചിട്ട് കുഞ്ഞരിയൊക്കെ വേവിച്ച് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ജ്യൂസ് പോലെ കൊണ്ട് കൊടുക്കാൻ പറയും. അല്ലെങ്കിൽ ജ്യൂസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യാൻ പറയുക. അപ്പൊ അവര് എന്താണോ ചോദിക്കുന്നത്, ഡയറ്റീഷ്യൻ പറയുന്ന പ്ലാൻ അനുസരിച്ചിട്ട് ഫുഡ്സ് ഷുഡ് ബി സപ്ലൈഡ് ടു ദ പേഷ്യൻസ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ CCU. ഇപ്പൊ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന പേഷ്യൻസിന് അങ്ങനെയൊക്കെയുള്ള ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുക. സോ അത് ആര് സജസ്റ്റ് ചെയ്യും? ഡയറ്റീഷ്യൻസ്. അപ്പൊ ഇവരൊക്കെ കൂടി ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഹാൻഡിൽ ചെയ്യുക. ആരാണ്? സ്പെഷ്യൽ ഡോക്ടേഴ്സ്, നഴ്സസ്, അനസ്തെറ്റിക്സ്, ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് ഡയറ്റീഷ്യൻസ്. ക്ലിയർ മാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കാർഡിയോളജി, അനസ്തേഷ്യോളജി, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഈ 3 ഡിപ്പാർട്ട്മെന്റുകളെ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് കാർഡിയോളജിയിൽ കുറച്ച് അധികം നോട്ട്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് നോട്ട്സ് ഓൾസോ. നിങ്ങൾ അതും കൂടി നന്നായിട്ട് വായിച്ച് പഠിക്കണം. അപ്പൊ ചില ടേംസ് ഒക്കെ എന്താണെന്ന് നമ്മൾ അത് ഡിഫൈൻ ചെയ്തേ വെച്ചിട്ടുള്ളൂ. അതെന്താണെന്നൊന്ന് അറിയണമല്ലോ നമുക്ക്. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ തത്തമേ പൂച്ച പഠിക്കുന്ന പോലെ ആകും. അതുകൊണ്ടാണ് അത് എക്സ്ട്രാ നോട്ട്സ് ആയിട്ട് തന്നത്. സോ അതും കൂടി എടുത്തു വെച്ചിട്ട് വേണം നിങ്ങൾക്ക് വായിച്ച് പഠിക്കാനായിട്ട്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൈൻഡ് ക്ലാസ്. Okay. Okay. Okay, thank you, ma'am. Okay, ma'am. Thank you. Okay. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.